ഹലോ, വെൽക്കം ബാക്ക്. ഹെവിക്കുള്ള ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് ചെയ്യാനുള്ളത് 5 വണ്ടിയുണ്ട്. ഐഷറിൻ്റെ 5 വണ്ടികളുണ്ട്. അന്നത്തെ 2049, 2075, 2080, 2110 അങ്ങനെ പല മോഡലുകളായിട്ടാണ് നമുക്ക് കിടക്കുന്നത്. അപ്പോൾ നമുക്കിന്ന് മെക്കാനിക്കലൈസ് ചെയ്യാണ്, എൻജിന്മേ ഫിറ്റ് ചെയ്യാനുള്ള സെറ്റപ്പ് തന്നെയാണ്. അപ്പോൾ ഇതിക്ക് പിന്നെ നമ്മൾ വേറെ വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിപ്പോൾ എല്ലാ വണ്ടികളും കൂടി ഒരുമിച്ച് വന്നപ്പോൾ ഒരു വീഡിയോ കൂടി സെറ്റ് ചെയ്യാനുള്ള പ്ലാനിങ്ങിലാണ്. നമുക്ക് ഫസ്റ്റ് 2049 വിശേഷങ്ങളിലേക്ക് തന്നെ പോകാം. വണ്ടി പുറം നമ്മളൊരു വീഡിയോ ആണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് നിലവിൽ 4 വീലിൻ്റെ വണ്ടിയാണ് 2049. അതായത് എനിക്ക് തോന്നുന്നു ഐഷറിലെ ഏറ്റവും ചെറിയ വണ്ടി വരുന്നത് അത് തന്നെയാണ്. പിന്നെ വരുന്നതെല്ലാം അതിൽക്ക് മേക്കോട്ടുള്ളതാണ്. ഇതിന് വരുന്നത് ഫ്ലൂയിഡ് ബ്രേക്കാണ്, എയർ ബ്രേക്കല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻജിനുമേ അതിനുള്ള ഓപ്ഷൻ, അതായത് എയർ ബ്രേക്ക് പിടിപ്പിക്കാനുള്ള ഒരു പുള്ളിയുടെ ഒരു ഓപ്ഷൻ കൂടി കിടക്കുന്നുണ്ട്. ആ ഓപ്ഷനിലേക്കാണ് നമ്മൾ AC-യുടെ ഡ്രൈവ് എടുക്കുന്നത്. അതിനകത്തുനിന്ന് എടുത്തിട്ടാണ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഡാഷ് അഴിച്ചിട്ട് അവരുടെ കമ്പനി വരുന്ന നോൺ AC ബ്ലോവറിൻ്റെ യൂണിറ്റിൽ തന്നെയാണ് നമ്മൾ AC-യുടെ കാര്യങ്ങളെല്ലാം, നമ്മൾ ഈ ഇവാപ്പറേറ്ററും അതിൻ്റെ കോയിലും കാര്യങ്ങളും അതേപോലെ തന്നെ ടെമ്പറേച്ചർ കൺട്രോളറുകൾ എല്ലാം സെറ്റ് ചെയ്യുന്നത്, സെൻസറും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യുന്നത് ആ സെയിം യൂണിറ്റിൽ തന്നെ. അതായത് നമുക്കിരിക്കുമ്പോൾ കമ്പനി പെർഫെക്ഷനോടെ തന്നെ ഇരിക്കും. അതിനകത്ത് കമ്പനി നമുക്ക് ഓൾറെഡി ഫിൽറ്റർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഫിൽറ്റർ പ്ലാസ്റ്റിക്കിൻ്റെ ഫിൽറ്ററാണ്. അതിപ്പോൾ ഒരു കൊമേഴ്ഷ്യൽ സെഗ്മെൻറ്റിൽ എല്ലായിടത്തും പ്ലാസ്റ്റിക് ഫിൽറ്റർ തന്നെയാണ് വരുന്നത്. നമുക്കത് അഴിച്ച് ക്ലിയർ ചെയ്യാൻ പറ്റും, അതായത് കഴുകി ക്ലീൻ ചെയ്തിടാവുന്ന രീതിയിലാണ് നമുക്കത് വരുന്നത്. മറ്റേതല്ലെങ്കിൽ നമ്മൾ ഇടയ്ക്ക് നമ്മൾ ഫിൽറ്റർ മാറി കൊടുക്കേണ്ടി വരും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഇത് ആകുമ്പോൾ നമുക്ക് കഴുകിയിടാം. അപ്പോൾ കൊമേഴ്ഷ്യൽ സെഗ്മെൻ്റ് ആയതുകൊണ്ട് തന്നെ കുറച്ച് റഫ് യൂസിങ് ആയിരിക്കും. അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. ഇപ്പോൾ നമ്മൾ ഇതിനകത്ത് ചെയ്യുന്നത് സ്ട്രെച്ച് ബെൽറ്റാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് നോക്കിയാൽ കാണാം, കംപ്രസറിന് ഡയറക്റ്റ് നേരെ ബെൽറ്റ് വരുന്നത് നമ്മുടെ എൻജിൻ്റെ പുള്ളിലോട്ടാണ്. ശരിക്കും പറഞ്ഞാൽ അത് എയർ കംപ്രസറിനുള്ള എയർ കംപ്രസർ ഇല്ലാത്തതുകൊണ്ട് അവിടെ ഒരു ഫ്രീ ആണ്. അപ്പോൾ നേരെ ഡയറക്റ്റ് ഡ്രൈവ് അതിനകത്തേക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ സ്ട്രെച്ച് ബെൽറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വേറെ ടൈറ്റിങ്ങോ പരിപാടികളൊന്നുമില്ല. വൺസ് നമ്മൾ ഒരു പ്രാവശ്യം സെറ്റ് ചെയ്ത് വെച്ചാൽ പിന്നെ ഒരു 70,000 കിലോമീറ്ററിലൊക്കെ നമുക്ക് അതും എന്തെങ്കിലും നോക്കിയാൽ മതി. അടുത്ത ബെൽറ്റിലേക്ക് എന്തെങ്കിലും ചെയ്താൽ മതി. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ടൈറ്റ് ചെയ്യേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. അത് ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ ടെക്നോളജിയാണ്. അതുമാതിരി തന്നെ നമുക്ക് കണ്ടൻസർ ഫാൻ, സ്പിൻടെക് എന്ന് പറഞ്ഞ ഫാനാണ് വരുന്നത്. 14 ഇഞ്ചിൻ്റെ സ്പിൻടെക് കണ്ടൻസർ ഫാനും, കണ്ടൻസർ നമ്മുടെ ടാറ്റയുടെ സിഗ്നയിൽ വരുന്ന സുബ്രോസ് ബ്രാൻഡിൽ വരുന്ന കണ്ടൻസറുമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ BS6 ആയതുകൊണ്ട് തന്നെ ഹീറ്റ് ഭയങ്കരമാണ്. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം നല്ല വലുപ്പത്തിലുള്ള കണ്ടൻസർ തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. കണ്ടൻസേഷൻ വളരെ വേഗത്തിൽ നടക്കാവുന്ന രീതിയിലാണ് നമ്മൾ കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന എൻജിൻ്റെ ഓവറോൾ ഒരു ഡയമെൻഷനും അതിൻ്റെ ഒരു ഫുൾ സെറ്റപ്പാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ BS6 ആയതുകൊണ്ട് തന്നെ ഹീറ്റ് ഭയങ്കരമാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് കൂളാക്കാൻ പറ്റുന്നോ അത്രയും നല്ലതാണ്. ക്യാബിൻ്റെ അകത്തേക്ക് അത്യാവശ്യം ചൂട് കയറി വരും. എങ്ങനെയാലും ഇൻസുലേറ്റഡ് ക്യാബിനാണ്, നല്ല ക്യാബിനാണ്. പക്ഷെ എന്നാലും എങ്ങനെ പോയാലും അത്യാവശ്യം ചൂട്, കാരണം എൻജിൻ്റെ ടോപ്പിൽ ക്യാബിനിരിക്കുന്നതുകൊണ്ട് എന്തായാലും ചെറുകിട ചൂടെങ്കിലും അകത്തോട്ട് കയറി വരും. അപ്പോൾ അതുകൊണ്ടാണ് BS6 ഓട്ടോമാറ്റിക്കലി ഹീറ്റ് കൂടുതലാണ്, എൻജിൻ്റെ ഹീറ്റ് കൂടുതലാണ്. നോർമൽ ടെമ്പറേച്ചർ പറയുന്നത് 100-120 ആ റേഞ്ചിലേക്കൊക്കെയാണ് വരുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ അത്രയും ടെമ്പറേച്ചർ കൂടിയത് കൊണ്ട് തന്നെ നിലവിൽ ഹീറ്റിൻ്റെ ആ ഒരു ചെറിയൊരു അംശമെങ്കിലും നമുക്ക് അകത്തോട്ട് കയറി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് പുതിയ നിയമം ഇറക്കിയത്. അടുത്ത മാർച്ച് തുടങ്ങി AC വേണം നിർബന്ധമാക്കിയത് അതുകൊണ്ടാണ്. ഇപ്പോൾ പണ്ടത്തെ BS3 വണ്ടികളിലൊന്നും അത്രയും പ്രശ്നമില്ലായിരുന്നു, ഹീറ്റ് വലിയ കുഴപ്പമില്ലായിരുന്നു. 70-80, അത് പിന്നെ 90-100, 100-100, ഇപ്പോൾ 120. അപ്പോൾ അതുകൊണ്ടാണ് ഈ പറഞ്ഞ ചൂടിൻ്റെ ഒരു പകുതിയെങ്കിലും ചൂട് അകത്തോട്ട് കയറി വരും. അപ്പോൾ ആ ഒരു പ്രശ്നം കൊണ്ടാണ് AC വെക്കാൻ പറഞ്ഞത് തന്നെ. ഇതിപ്പോൾ നമ്മളിപ്പോൾ ഇനിയിപ്പോൾ അടുത്ത് കാണുന്നത് 2075 വീഡിയോ ആണ്. 2075 ഓൾറെഡി കംപ്രസർ വരുന്ന മോഡലാണ്. അപ്പോൾ കംപ്രസറിൻ്റെ പുള്ളിയിൽ നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതും സ്ട്രെച്ച് ബെൽറ്റിലോട്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സുബ്രോസിൻ്റെ 10S15C എന്ന് പറഞ്ഞിട്ടുള്ളൊരു മോഡലാണ് നമ്മൾ ചെയ്യുന്നത്. അത് ഇതിന് വേണ്ടിയിട്ടുള്ള, ഇങ്ങനത്തെ ട്രക്കുകൾക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ മേക്കാണ് അത് വരുന്നത്. നമുക്ക് പെട്ടെന്ന് കൂളിംഗ് ആവും. അത് പോരാ തന്നെ അതിൻ്റെ പിസ്റ്റൺസ് 5 പിസ്റ്റൻ്റെ കംപ്രസറാണ്. അത് ഡബിൾ ആക്ടിങ് ആണ്. അതായത് 5 പിസ്റ്റൻ്റെ കംപ്രസർ ഡബിൾ ആക്ടിങ് എന്ന് പറയുമ്പോൾ 10 പിസ്റ്റൻ്റെ ഒരു ഫലം ചെയ്യും. അതായത് പ്രസൻറ്റിൽ നമുക്ക് ലോഡ് കുറവായിരിക്കും. പോരാ തന്നെ നമ്മൾ ചെയ്യുന്നതെല്ലാം 134 സിസ്റ്റമാണ്. 134 സിസ്റ്റത്തിൻ്റെ പ്രത്യേകത നോർമലി ലോഡ് കുറവായിരിക്കും, റെഫ്രിജറൻ്റ് ഫ്ലോ ആണ് കൂടുതൽ വരിക.
നമുക്ക് പഴയ 22 സിസ്റ്റം ഉണ്ട്. അതായത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അംബാസഡറിൻ്റെ കിറ്റ് കയറ്റുന്ന പരിപാടി. അംബാസഡറിൻ്റെ കിറ്റിൽ എന്ന് പറഞ്ഞാൽ 22 സിസ്റ്റം എന്ന് പറയുക. എല്ലാവരും അടിക്കുന്നത് 22 സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഗ്യാസ് അടിക്കുന്നത് 134 ആണ്. അതിൽ കാര്യമില്ല. നോർമലി അതിന് വരുന്ന ഫിറ്റിങ്സും കാര്യങ്ങളും അതിൻ്റെ ഇന്നർ ഡയാമീറ്റർ വളരെ ചെറുതായിരിക്കും. അതായത് ഹൈ പ്രഷറാണ് അതിനകത്ത് എപ്പോഴും വന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ സാധനങ്ങളുടെ ലൈഫിനും നമുക്ക് ബാധിക്കും, സാരമായി ബാധിക്കും. നമുക്ക് കമ്പോണൻസ് ലൈഫ് വളരെ കുറവായിരിക്കും. അപ്പോൾ അത്രയും പ്രഷർ വരുന്നതുകൊണ്ട് തന്നെ ആ ലോഡ് എഞ്ചിനിലേക്കും കൊടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് മൈലേജ് ഡ്രോപ്പ്, അതുമാതിരി തന്നെ എഞ്ചിൻ്റെ വലിയിലൊക്കെ മാറ്റങ്ങൾ വരും. 134 സിസ്റ്റത്തിലേക്ക് ആകുമ്പോൾ വെച്ചാൽ പൈപ്പുകളുടെ ഡയാമീറ്ററിലൊക്കെ വലിപ്പ വ്യത്യാസം ഉണ്ട്. അതായത് വലിപ്പം കൂടുതലായതുകൊണ്ട് തന്നെ റെഫ്രിജറേറ്റർ പെട്ടെന്ന് വളരെയധികം ഫ്ലോ ചെയ്യും. അതുമാതിരി തന്നെ പ്രഷർ നോർമലി വളരെ താരതമ്യേന കുറവായിരിക്കും. ഒരു 130 to 150 PSI ഒക്കെ അടുത്ത് കഷ്ടിച്ച് വരുള്ളൂ. അത്രയും ഫുൾ ലോഡിൽ 150 PSIയിലോട്ട് വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ലോഡ് കുറവായിരിക്കും. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് മൈലേജ് വേരിയേഷനോ കാര്യങ്ങളോ ഒന്നും കാണിക്കില്ല, അല്ലെങ്കിൽ വലിയ വ്യത്യാസങ്ങളോ ഒന്നും കാണിക്കില്ല. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ കുറച്ച് നല്ല രീതിയിൽ ചെയ്തിരുന്നു. ഇപ്പോൾ പലരും നമ്മൾ വിളിക്കുമ്പോൾ റേറ്റിൻ്റെ കാര്യം പറയുമ്പോൾ അവിടെ പലയിടത്തും റേറ്റ് കുറവാണ് എന്നൊക്കെ പറഞ്ഞ് താരതമ്യം ചെയ്യാറുണ്ട്. നമുക്ക് താരതമ്യം ചെയ്യണതിൽ മാത്രമല്ല, ഇതിനകത്ത് ഇങ്ങനെ കുറേ കാര്യങ്ങളും കൂടി ഉണ്ട്. പിന്നീടിക്ക് വരുമ്പോൾ നമ്മുടെ അതായത് മൈലേജിലും ബാക്കി ഇതിലും നമുക്ക് മാറ്റം വരും. അതായത് നിങ്ങൾ ഒരു നിസ്സാര പൈസ ലാഭം നോക്കുമ്പോൾ അതിൻ്റെ തൊട്ടപ്പുറത്ത് നമുക്ക് മൈലേജ്, അതായത് വണ്ടിയുടെ ഫ്യൂവൽ എഫിഷ്യൻസിനെ ഭയങ്കരമായിട്ട് ബാധിക്കും. ഇപ്പോൾ AC ഉള്ള വണ്ടി നോർമലി ഡ്രൈവർമാരെ ആരായാലും അല്ലെങ്കിൽ ഓണർമാരായാലും ആരായാലും AC ഇട്ട് തന്നെ ഇരിക്കുകയുള്ളൂ. അപ്പോൾ പിന്നെ AC വണ്ടിക്കുള്ള പ്രത്യേകിച്ച് നമുക്ക് ഓൾറെഡി ഇപ്പോൾ നമ്മുടെ കയ്യിൽ വരുന്ന സിസ്റ്റത്തിനുള്ള ഒരു ഇതെന്ന് വെച്ചാൽ ഓൾറെഡി AC ഇടുമ്പോൾ ഒരു ചെറിയ ലോഡ് എന്തായാലും നമുക്ക് വരും. ആ ലോഡ് എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് നോൺ AC വണ്ടി ഓടുമ്പോൾ ഗ്ലാസ് താത്തിയിട്ട് ഓടുമ്പോൾ ഒരു ബാക്ക് പ്രഷർ ക്രിയേറ്റ് ചെയ്യും ഓൾറെഡി. അപ്പോൾ നമ്മൾ AC ഇട്ടാണ് ഓടുന്നുണ്ടെങ്കിൽ ഗ്ലാസ് പൊക്കിയിട്ടായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ട് ഓടുക. ഗ്ലാസ് പൊക്കിയിട്ട് ഓടുമ്പോൾ ആ ബാക്ക് പ്രഷർ ഒഴിവായി കിട്ടും. അപ്പോൾ നമുക്ക് ഫ്യൂവൽ എഫിഷ്യൻസി കൂടാണ് ചെയ്യുക. അപ്പോൾ നമുക്ക് AC വരുന്ന ആ ചെറിയ ലോഡ് വ്യത്യാസം അതുമ്പോൾ തീരും. അതായത് പ്രസൻറ്റിൽ പറയുമ്പോൾ AC ആയാലും നോൺ AC ആയാലും 134 സിസ്റ്റത്തിലാകുമ്പോൾ പ്രത്യേകിച്ച് മൈലേജ് വേരിയേഷൻ എന്ന് പറയാൻ മാതിരി ഒന്നും ഉണ്ടാവില്ല. അതാണ് ഇതിൻ്റെ മെയിൻ കേസ് വരുന്നത്. അപ്പോൾ ചെയ്യുമ്പോൾ എപ്പോഴും കുറച്ച് എമൗണ്ട് കൂടിയാലും 134 സിസ്റ്റത്തിലേക്ക് തന്നെ നല്ല ബ്രാൻഡഡ് സാധനങ്ങളായിട്ടുള്ളത് തന്നെ ചെയ്യുക. അപ്പോൾ പ്രത്യേകിച്ച് കംപ്ലയിൻസ് ഇല്ലാതെ തന്നെ സംഭവം പോകും. അതുപോലെ തന്നെ നമ്മുടെ പ്രഷർ സെൻസറും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കംപ്ലയിൻറ്റ് വന്നാൽ തന്നെ നമുക്ക് അഴിച്ച് വളരെ സിമ്പിളായിട്ട് മാറാം. മെയിൻ്റനൻസ് ഈസിയാണ്, കാരണം അതിൻ്റെ അകത്ത് തന്നെ ഒരു വാൽവും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗ്യാസ് കളയൊന്നും വേണ്ട, നിസ്സാര സമയം കൊണ്ട് തന്നെ പരിപാടി. അപ്പോൾ നമ്മൾ എപ്പോഴും ഫിറ്റിങ് അങ്ങനെയാണ്, വളരെ ഫ്രീ ആയിട്ട് ചെയ്യാവുന്ന രീതിയിൽ തന്നെ സിമ്പിളായിട്ട് ചെയ്ത് പെട്ടെന്ന് മെയിൻ്റനൻസ് തീർക്കാവുന്ന രീതിയിൽ തന്നെയാണ് ഫിറ്റ്മെൻറ്റ് വരുന്നത്. അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ 2049 ഒരു വീഡിയോയുടെ ബാക്കിയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തൊട്ടപ്പുറത്ത് 2110 കിടപ്പുണ്ട്. ഇനി 2075 വീഡിയോ നമ്മുടെ ഏട്ടയിൽ കാണിച്ചിരുന്നു. അതായത് കംപ്രസർ വെച്ചിട്ടുള്ള എയർ കംപ്രസറുമ്പോൾ തന്നെ നമ്മുടെ കംപ്രസറിൻ്റെ ഡ്രൈവ് പുള്ളി അറ്റാച്ച് ചെയ്തിട്ടുള്ള മോഡൽ കാണിച്ചിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ വരുന്നത് മെയിനായിട്ട്. അപ്പോൾ എപ്പോഴും 134 സിസ്റ്റത്തിലേക്ക് തന്നെ പരമാവധി ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ. നമുക്ക് മെയിൻ്റനൻസ് ഈസി ആയിരിക്കും. അതുമാതിരി തന്നെ പ്രോബ്ലമിൽ മറ്റേതിനെ അപേക്ഷിച്ച് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് 134 സിസ്റ്റം എന്ന് പറയുന്നത് മെയിൻ്റനൻസ് ഫ്രീ ആണ് സത്യം പറഞ്ഞാൽ. അതായത് മെയിൻ്റനൻസ് വളരെ കുറവാണ് 22നെ അപേക്ഷിച്ച്. അതായത് പ്രഷർ കുറവായതുകൊണ്ടും പെട്ടെന്ന് കൂളിങ്ങായി പെട്ടെന്ന് തണുക്കുന്നതുകൊണ്ട് കട്ട് ഓഫും കാര്യങ്ങളെല്ലാം പെട്ടെന്നാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മെയിൻ്റനൻസ് വളരെയധികം കുറവായിരിക്കും 134 സിസ്റ്റത്തിന്. പണ്ട് നമ്മളൊരു AC കയറ്റി കഴിഞ്ഞാൽ പണ്ടത്തെ സിസ്റ്റത്തിലൊക്കെയാണെന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് സീസണിൽ പോയി നമ്മൾ പണിയണം. ഇന്നത്തെ കാലത്ത് ഇപ്പോൾ അങ്ങനത്തെ ഒരു പരിപാടി ഇല്ല. AC വൺസ് പണിത് സെറ്റ് ചെയ്ത് നമ്മൾ റെഡിയായി പോയി കഴിഞ്ഞാൽ പിന്നീട് എപ്പോഴെങ്കിലും എന്തെങ്കിലും ചെറുകിട മെയിൻ്റനൻസ് വന്നെങ്കിലായി അങ്ങനത്തെ ഒരു സെറ്റപ്പിലേക്ക് മാറി. ഇപ്പോൾ പഴയ പോലെയല്ല. അപ്പോൾ ഇപ്പം നമ്മൾ കൂടുതൽ ഇലക്ട്രിക്കിലേക്കും നന്നായിട്ട് നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യുന്നത്. 12 വോൾട്ടിൽ മാത്രം വലിയ കാര്യമായിട്ട് നമ്മൾ ചെയ്യുന്നില്ല എന്ന് മാത്രം. 24 വോൾട്ടാണ് കൂടുതൽ ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ ഇപ്പോൾ എല്ലാ മോഡലുകളും ഇതിപ്പോൾ ഒരുവിധം ഫിനിഷായി കിടക്കുന്നതാണ് നിലവിൽ. ഇപ്പോൾ വീഡിയോ ലെങ്ത്ത് ഒരുപാട് കൂടണ്ടെന്ന് വെച്ചിട്ട് എല്ലാവരും ചെയ്യണത് ഇപ്പോൾ ഓൾമോസ്റ്റ് ഏകദേശം ഫിറ്റിംഗ് എല്ലാം സെയിം ആയതുകൊണ്ട് എല്ലാത്തിൻ്റെ വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നില്ല എന്ന് മാത്രം. ഇപ്പോൾ ഈ വരുന്ന 2075 ആയാലും 2080 ആയാലും 2095 ആയാലും ആ വരുന്ന മോഡലുകളെല്ലാം സെയിം തന്നെയാണ്. ഓൾമോസ്റ്റ് എല്ലാം ക്യാബിനും എഞ്ചിനും സെയിമാണ്. അത് BHPയിൽ വരുന്ന മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം സെയിമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി പുതിയൊരു വണ്ടിയുടെ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.
ഓക്കെ ബൈ ബൈ. എല്ലാവരും ഞങ്ങളെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.